മക്കളെ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പട്ടോള ഫ്രൂട്ടിന്റെ വീഡിയോ ആയിട്ടാണ് കേട്ടോ. ഇതോടെ ആദ്യമായിട്ട് കായ്ക്കുകയാണ്. ഞാനിങ്ങനെ യൂട്യൂബിലൊക്കെ ഇതിന്റെ വീഡിയോ കണ്ടിട്ടുണ്ടെന്നല്ലാതെ ഇത് എന്താ പറയാ കണ്ടിട്ടുമില്ല, ടേസ്റ്റ് ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇവിടെ ആദ്യമായിട്ട് ഉണ്ടായതാണ്. കഴിഞ്ഞ പ്രാവശ്യം നന്നായിട്ട് പൂ ഇട്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ അങ്ങനെ കായ്ച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതിന്റെ നിരനിരയായിട്ട് കണ്ടില്ലേ, അടിയിന്ന് തൊട്ടിട്ട് കണ്ടോ, ഇങ്ങനെ അടിയിന്ന് തൊട്ടിട്ട് കായ്ച്ചിട്ടുണ്ട് കേട്ടോ. ഓരോ ലെയറിൽ ഇങ്ങനെ ഓരോ കൊമ്പിൽ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മള് അമ്പഴങ്ങല്ലേ അതുപോലെയാണ്. പിന്നെ അതുപോലെ ഇങ്ങനെ അമ്പഴങ്ങനെ തൂങ്ങിയിട്ടാവുമല്ലോ, ശരിക്കും ഇത് അടക്കക്കൊല കായ്ച്ചു നിൽക്കുന്ന പോലെയാണ് കണ്ടാൽ കേട്ടോ. അപ്പം ഒരുപാട് പേർക്ക് ഇങ്ങനെ കൊടുത്തപ്പം ഇതെന്താ അമ്പഴങ്ങയാണ് ഈ കഴിക്കുന്നതെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ പഴുത്ത് കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇപ്പൊ ഉറുമ്പ് വന്നിട്ടുണ്ട്, അത്രയും മധുരാണിത്. അപ്പം പഴുത്ത് കഴിഞ്ഞാൽ കണ്ടത് ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ പൊട്ടിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഓപ്പൺ ആയിട്ടുണ്ട് വരും കേട്ടോ. കണ്ടില്ലേ, ഇത് ഇതിൻ്റെ ഉള്ളില് സീഡാണ് ഈ കാണുന്നത്, ഈ ഒരു കാപ്പി കളറില്. ഇത് കഴിച്ചു കഴിഞ്ഞാല് വെള്ളം പഴുത്തിട്ടുണ്ട് കേട്ടോ. എന്താ പറയാ, നമുക്ക് തിന്നാലും മതിയാവാത്തൊരു പ്രത്യേക ടേസ്റ്റാണ്. ഇതിൽ തേനീച്ചയും ഉറുമ്പും ഒക്കെ വരുന്നുണ്ട് ഇതിന്റെ ടേസ്റ്റ് കൊണ്ടാണ്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇത് ഇങ്ങനെ പൊട്ടിച്ചു കഴിഞ്ഞാൽ റംബുട്ടാന്റെ കാമ്പുണ്ടല്ലോ അതുപോലെയാണ് കേട്ടോ. പക്ഷെ ഇതിന്റെ ടേസ്റ്റ് നമ്മുടെ ലിച്ചി ലങ്കന് അതിൻ്റെയൊക്കെ ഒരു ഫ്ലേവറാണ് വരുന്നത് കേട്ടോ. ഇത് നമുക്കിങ്ങനെ റംബുട്ടാനൊക്കെ കഴിച്ചാൽ നമുക്കൊരു മടുപ്പ് തോന്നുമല്ലോ, അത് അതില്ല കേട്ടോ. ഇങ്ങനെ കഴിച്ചുകൊണ്ടേ ഇത് അബിയു ഫ്രൂട്ടൊക്കെ നമ്മൾ കഴിക്കൂല, അതുപോലെയാണ്. അങ്ങനെ കഴിച്ചുകൊണ്ടേ ഇരിക്കട്ടോ, അത്രയും ടേസ്റ്റ് ആട്ടോ. അപ്പൊ എല്ലാവരും ഒരു തൈ വീട്ടിൽ പിടിപ്പിക്കുക. ഇത് നമ്മളിവിടെ വെച്ചിട്ട് ഏകദേശം 5-8 വർഷം ആവണം കേട്ടോ. അപ്പൊ കഴിഞ്ഞ വർഷം പൂവിട്ടിട്ടുണ്ടായിരുന്നു, പിന്നെ ഇപ്രാവശ്യം എന്താ കായ്ച്ചു. ഇനിതാ, പക്ഷെ ഞാൻ കണ്ടിട്ടുള്ളതൊക്കെ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുള്ളത് പർപ്പിൾ കളറിലാട്ടോ. പക്ഷെ ഇത് പഴുത്ത് കഴിഞ്ഞാൽ ഏകദേശം ചെറിയ യെല്ലോ ഷെയ്ഡ് വരുന്നുണ്ട്, വല്ലാണ്ട് ചുമപ്പ് കളറൊന്നും ആവണില്ല കേട്ടോ. എല്ലാം കഴിച്ചത് ടേസ്റ്റ് ഉണ്ട് കേട്ടോ. പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടാവും. നല്ലോണം പഴുക്കണം കേട്ടോ, അപ്പോഴേ ടേസ്റ്റ് ഉള്ളൂ. അല്ലെങ്കിൽ നല്ലോണം ഇളം പഴുപ്പാണെങ്കിൽ നമ്മളെ നൊങ്കൊക്കെ തൊലി വലിക്കൂല, അതുപോലെ അതിന്റെ പുറമേ ഒരു തൊലിയുണ്ട്, അതൊക്കെ തൊലിച്ച് കഴിക്കണം. നല്ലോണം പഴുത്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഇതിൽ നിന്ന് പൊട്ടിയിട്ട് വരും ഉണ്ടാവും. എങ്ങനെ ഉണ്ടായി കുട്ടിയെ? അടിപൊളിയാ. അപ്പൊ എല്ലാവർക്കും ഇഷ്ടാവട്ടത്. എല്ലാവരും വീട്ടിൽ ഒരെണ്ണം നട്ട് പിടിപ്പിക്കണം. കണ്ടങ്ങനെ മേലക്കൊക്കെ ഉണ്ട് കേട്ടോ, ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട്.